അടുത്ത കണ്ടസ്റ്റന്റിനെ ഇൻവൈറ്റ് ചെയ്യുന്നു. കണ്ടസ്റ്റന്റ് നമ്പർ 90. Niyaz sir. Hi. Hi. What's your good name? I'm Anjana. Anjana. Yes. Looking good. Thank you. You're welcome. Okay, my question is, ഈ കാലഘട്ടത്തിൽ ഒരുപാട് സെക്ഷൽ ഹരാസ്മെൻറ്റ് നടക്കുന്നുണ്ട്. ഇതിനെപ്പറ്റി പെണ്ണുങ്ങളോട് പറയാനുള്ള ഉപദേശം എന്താണ്? Thank you for the question. Good evening, ladies and gentlemen. നമ്മുടെ പ്രീവിയസ് ജനറേഷൻ അമ്മമാർ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്, എന്തെങ്കിലും നിങ്ങൾക്ക് എവിടെയെങ്കിലും വെച്ചിട്ടൊരു ചെറിയ മിസ്കോണ്ടക്റ്റ് ഉണ്ടായാൽ അതങ്ങ് മിണ്ടാതെ സഹിക്കുക, അത് നിങ്ങളുടെ പ്രശ്നമാണ് എന്ന രീതിയിലാണ് നമുക്ക് പറഞ്ഞത്. ഞാൻ എൻ്റെ മോൾക്ക് പറഞ്ഞു കൊടുക്കാൻ പോകുന്നത്, മോളടുത്ത് ആരെങ്കിലും ഏതെങ്കിലും രീതിയിൽ ചീത്ത രീതിയിൽ പെരുമാറാൻ ശ്രമിച്ചാൽ നല്ല രീതിയിൽ തിരിച്ച് റിയാക്ട് ചെയ്യുക. നോ പറയേണ്ടടുത്ത് നോ തന്നെ പറയുക. അതാണ് എനിക്ക് ഇന്നത്തെ ജനറേഷന് അല്ലെങ്കിൽ സെക്ഷൽ ഹാരാസ്മെൻറ്റ് നിർത്താൻ വേണ്ടി എൻ്റെ ഉപദേശം. താങ്ക് യു. Moving on to the next contestant, contestant number 13. സജന സലീമ. സറഗേറ്റ് പ്രഗ്നൻസി, വാടക ഗർഭധാരണം, ഒരു സ്ത്രീ എന്ന നിലയിൽ നിങ്ങൾ എങ്ങനെ വിലയിരുത്തുന്നു? തീർച്ചയായും അത് നല്ലൊരു കാര്യമായിട്ടാണ് ഞാൻ വിലയിരുത്തുന്നത്. കാരണം കുട്ടികളില്ലാത്ത ഒരുപാട് ദമ്പതിമാർ ഇന്നുണ്ട്. അപ്പോൾ അവർ വളരെയേറെ ചികിത്സകളൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും ഈ ഒരു തീരുമാനത്തിൽ എത്തിച്ചേരുന്നത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. തീർച്ചയായും അവർക്ക് മനസ്സുകൊണ്ട് അത് താല്പര്യമാണെങ്കിൽ അതൊരിക്കലും മോശമാണ് എന്ന് ഞാൻ പറയില്ല. താങ്ക് യു. ഒരു ക്വസ്റ്റ്യൻ കൂടി, കണ്ടിന്യൂവേഷൻ. കുട്ടികൾ ഇല്ലാത്തവരുടെ കാര്യമാണ് പറഞ്ഞത്. സാധാരണ കുട്ടികൾ ഉണ്ടാവാൻ ചാൻസ് ഉള്ളവർ പോലും ഇങ്ങനൊരു ഓപ്ഷൻ എടുക്കുന്നുണ്ട്. അതിനെക്കുറിച്ച്? അത് അവരുടെ പേഴ്സണലായിട്ടുള്ള കാര്യത്തിലായിരിക്കും, I think. Okay, thank you. Moving on to the next contestant, contestant number 29. And the judge asking the question is again സജന സലീം മാം. നിങ്ങളെ ഈ സൗന്ദര്യ മത്സരത്തിൽ പങ്കെടുക്കാൻ പ്രേരിപ്പിച്ച ഘടകം എന്താണ്? Thank you for the question, ma'am. Once again, good evening, everybody. The person who inspired me to participate in this competition is my mom. Despite all the difficulties, she helped me throughout this competition. After the surgery, I was not in a very good state of mind, was undergoing depression, and she's the one who inspired me, motivated me, go for it, you can do it. Thank you, Mom. Thank you so much. അടുത്തതായി ജഡ്ജിന്റെ ചോദ്യത്തിന് ഉത്തരം പറയാനായി വരുന്നു കണ്ടസ്റ്റന്റ് നമ്പർ 7. പ്രാർത്ഥിച്ച ഐശ്വര്യത്തോടെ ഒരു ലോട്ട് എടുക്കുക. ആരാണെന്ന് നമുക്ക് നോക്കാം. ശ്രീമതി ജോമോൾ. ഹലോ. ഹായ് മാം. ഹലോ. ഇത്രയും വർഷക്കാലത്തെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ മറ്റൊരാളുടെയെങ്കിലും ജീവിതത്തെ സ്പർശിച്ച ഒരു സംഭവം പറയാമോ? വെർ യു ഹാവ് ടച്ച്ഡ് സമൺ എൽസസ് ലൈഫ്. ചോദ്യത്തിന് നന്ദി മാം. ഇത്രയും നാളത്തെ എൻ്റെ ജീവിതത്തിൽ എന്നാൽ കഴിയുന്ന ചെറിയ രീതിയിൽ ഞാൻ സഹായിച്ചിട്ടുണ്ട് എന്നാണ് വിശ്വസിക്കുന്നത്. അതിൽ ചെറിയ ചെറിയ പല കാര്യങ്ങളുമുണ്ട്. എനിക്ക് പറയാൻ പെട്ടെന്ന് ഓർമ്മയിൽ വരുന്ന ഒരു സംഭവം എന്തെന്ന് വെച്ചാൽ, വഴിയിലുണ്ടായ ഒരു ആക്സിഡൻറ്റിൽ ഒരു ഗർഭിണി റോഡിൽ നിലത്ത് കിടക്കുകയായിരുന്നു. അവരെ പെട്ടെന്ന് ആൾക്കാരെല്ലാം കൂടിയെങ്കിലും ആരും ആശുപത്രിയിൽ എത്തിച്ചിട്ടില്ല. പക്ഷെ അവരെ പെട്ടെന്ന് ആശുപത്രിയിൽ എത്തിച്ച് അവരെ ചെക്ക് ചെയ്യാനും ബാക്കി കാര്യങ്ങൾക്കും നേതൃത്വം കൊടുക്കാൻ എനിക്ക് സാധിച്ചു. അവർ സുരക്ഷിതമായ കൈകളിൽ എത്തുന്നത് വരെ അവരെ നോക്കാനും എനിക്ക് സാധിച്ചു. അത് എൻ്റെ ജീവിതത്തിൽ നടന്നിട്ടുള്ള നല്ല നല്ല കാര്യങ്ങളിൽ ഒരു വലിയ നല്ല കാര്യമായിട്ട് ഞാൻ കരുതുന്നു. നന്ദി. Thank you so much. Inviting the next contestant, contestant number 20. ആദ്യം ലോട്ട് എടുക്കുക. നേരെ നമുക്ക് നോക്കാം.
Dilsha ma'am. First of all, I loved your dress. Thank you so much ma'am. Okay, so my question is, what according to you is an ideal partner? ഒരു ഉത്തമ പുരുഷൻ, ഒരു ഐഡിയൽ പാർട്ട്ണർ എന്ന് വെച്ചാൽ ലൈക്ക് എങ്ങനെയാണ് അക്കോർഡിംഗ് ടു യു? Thank you for the question ma'am. എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ഐഡിയൽ പാർട്ട്ണർ എന്ന് പറയുന്നത് നമ്മളെ മനസ്സിലാക്കാനും നമ്മളെ കൂടെ ഏത് കാര്യത്തിനും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നതും നമ്മൾ അതായത് എല്ലാം വാട്ടെവർ നമുക്ക് എന്ത് ആഗ്രഹങ്ങളുണ്ടെങ്കിലും വാട്ടെവർ ദ നീഡ് ഇസ് നമ്മളെ കൂടെ നിൽക്കുന്നതും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നതുമായ ഒരാളെയാണ് ഞാൻ ഐഡിയൽ പാർട്ട്ണറായിട്ട് കാണുന്നത്. താങ്ക് യു മാം. Thank you so much. Moving on to the next contestant. Contestant number 2. സർ. ഹായ്. ഈ കാലഘട്ടത്തിലുള്ള യങ്ങായിട്ടുള്ള ഗേൾസ് പഴയ കാലഘട്ടത്തിലുള്ള പെണ്ണുങ്ങളെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അഭിമുഖീകരിക്കേണ്ടി വരുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? ക്വസ്റ്റ്യൻ പിടിയിട്ടോ? ഇപ്പോഴത്തെ കാലഘട്ടത്തിലുള്ള യങ്ങായിട്ടുള്ള ഗേൾസ് അവരെ പഴയ കാലഘട്ടത്തിലുള്ള പെണ്ണുങ്ങളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അവർക്ക് അഭിമുഖീകരിക്കേണ്ടി വരുന്ന ഫേസ് ചെയ്യേണ്ടി വരുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന്. ഓക്കെ, താങ്ക് യു ഫോർ ദ ക്വസ്റ്റ്യൻ സർ. ഫസ്റ്റ് ഓഫ് ഓൾ, ഞാൻ ബിലീവ് ചെയ്യുന്നത് ഇന്നത്തെ കാലത്തെ പെൺകുട്ടികൾക്ക് പുറത്തോട്ട് വരാൻ ആഗ്രഹങ്ങളുണ്ട്, അവർക്ക് ചിറകുകളുണ്ട്, പക്ഷേ കൂടെയുള്ളവർ അവരെ സപ്പോർട്ട് ചെയ്യുന്നില്ല എന്നതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇന്നത്തെ കാലഘട്ടത്തിൽ ഇപ്പോഴത്തെ ജനറേഷനിലെ പെൺകുട്ടികൾ അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം. നന്ദി സർ. Thank you so much for the answer. Moving on to the next contestant. Contestant number 22. ദിൽഷ മാം. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ വാല്യൂ കൊടുക്കുന്നത് എന്തിനാണ്? താങ്ക് യു സോ മച്ച് ഫോർ യുവർ ക്വസ്റ്റ്യൻ. ഗുഡ് ഈവനിങ് ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ. എൻ്റെ ലൈഫിൽ ഞാൻ ഏറ്റവും വാല്യൂ കൊടുക്കുന്ന ഒരു കാര്യം റെസ്പെക്റ്റ് തന്നെയാണ്. നമ്മൾ പറയില്ലേ, ഗിവ് ആൻഡ് ടേക്ക് റെസ്പെക്റ്റ്. അപ്പോൾ റെസ്പെക്റ്റ്, ഇറ്റ്സ് നോട്ട് ജസ്റ്റ് റെസ്പെക്റ്റ് ഫോർ എ ഹ്യൂമൻ ബീയിങ്, ഇറ്റ്സ് റെസ്പെക്റ്റ് ഫോർ എവ്രി വൺ, ഈവൻ എ ഫ്ലവർ ദാറ്റ്സ് ഓൺ ദ പോഡിയം. സോ ഐ തിങ്ക് ദാറ്റ് ഈസ് വാട്ട് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ദാറ്റ് ഐ വാല്യൂ in life. Thank you. Thank you so much, dear. Now requesting to step forward, contestant number 28. ദിൽഷ മാം. ഓക്കെ, എൻ്റെ ക്വസ്റ്റ്യൻ വന്നിട്ട് നമ്മളുടെ കുട്ടികൾക്ക്, നമുക്കറിയാം ഈ ജനറേഷനിലെ കുട്ടികൾ ഇപ്പം എങ്ങനെയാണ് വളർന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നന്നായിട്ട് അറിയാം. അപ്പം നമ്മളുടെ ഈ ജനറേഷനിൽ വളർന്നുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്ക് നമ്മൾ എന്താണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിപ്പിച്ചു കൊടുക്കേണ്ട ഒരു കാര്യം? ഓക്കെ മാഡം, താങ്ക് യു ഫോർ ദ ക്വസ്റ്റ്യൻ. എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം. ഈ ജനറേഷനിലെ കുട്ടികളെന്ന് പറയുമ്പോൾ ആ ജനറേഷൻ എൻ്റെ കുട്ടിയും ഉൾപ്പെടുന്നതാണ്. അവളെ ഏറ്റവും നല്ല വ്യക്തിത്വമുള്ള ഒരാളായി വളർത്തുവാൻ തന്നെയാണ് ഞാനും ആഗ്രഹിക്കുന്നത്. പരസ്പര ബഹുമാനം, സ്നേഹം, ഇതെല്ലാം എല്ലാവർക്കും ഉണ്ടാകേണ്ടതാണ്. അത് അടുത്ത തലമുറയിലും ഏറ്റവും നല്ലപോലെ പകർന്നു കൊടുക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. പരസ്പര ബഹുമാനമാണ് ഒരു ജീവിതത്തിൽ ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ടത്. താങ്ക് യു. താങ്ക് യു. അടുത്തതായി ക്ഷണിക്കുന്നു കണ്ടസ്റ്റന്റ് നമ്പർ 25. ജഡ്ജിനെ സെലക്ട് ചെയ്യാം. വീണ്ടും ദിൽഷയായിരിക്കുമോ? സജ്ന മാം. ഇന്ത്യൻ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ നിങ്ങൾക്ക് മാറ്റം വരാൻ ആഗ്രഹിക്കുന്ന 3 കാര്യങ്ങൾ എന്തൊക്കെയാണ്? താങ്ക് യു ഫോർ ദ ക്വസ്റ്റ്യൻ. ഗുഡ് ഈവനിങ് എവ്രി വൺ. കഴിഞ്ഞ 22 വർഷമായി ഞാനൊരു ടീച്ചറായി ജോലി ചെയ്യുന്നു. പക്ഷേ ഞാൻ കണ്ടുവന്നിട്ടുള്ള ഒരു കാര്യം, നമ്മുടെ കരിക്കുലം അല്ലെങ്കിൽ സിലബസിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള പല കാര്യങ്ങളും പ്രാക്ടിക്കൽ ജീവിതത്തിന് കുട്ടികളെ സഹായിക്കുന്നില്ല. ഇന്ന് നമ്മൾ സമൂഹത്തിൽ അക്രമങ്ങൾ വർദ്ധിച്ചു വരുന്നതായി കാണുന്നു, ഇമോഷണൽ സ്റ്റെബിലിറ്റി കുറഞ്ഞു വരുന്നതായി കാണുന്നു. അപ്പോൾ അവർക്ക് പ്രാക്ടിക്കലായി ജീവിക്കാൻ എന്താണോ സഹായിക്കുന്നത് അത് നമ്മുടെ കരിക്കുലമിൽ ഉൾപ്പെടുത്തണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അതുമാത്രമല്ല, മാതാപിതാക്കളെ ബഹുമാനിക്കുന്ന,
ഗുരുജനങ്ങളെ സ്നേഹിക്കുന്ന, സഹോദരങ്ങളെ സ്നേഹിക്കുന്ന ഒരു പുതിയ തലമുറയായി വളരാൻ അവർക്ക് എല്ലാ മൂല്യങ്ങളും നൽകുന്ന ഒരു പുതിയ എഡ്യൂക്കേഷൻ സിസ്റ്റം നമ്മൾ കൊണ്ടുവരണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നന്ദി. Thank you for the lovely answer. Moving on to the next contestant, contestant number 14. Jamul ma'am. Hi. Hi ma'am. May I know your name? My name is Preeta Venugopal. Hi Preeta. We learn from our mistakes. നമ്മൾ പറയാറില്ലേ? But then we are scared to, we are worried about making a mistake. അല്ലേ? We learn from our mistake, but still we are worried about making a mistake. അല്ലേ? നമ്മുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ I missed your name. പ്രീതയുടെ ജീവിതത്തിൽ തോൽവി എന്ന് പ്രീത വിശേഷിപ്പിക്കുന്ന എന്തിനെയായിരിക്കും? താങ്ക് യു ഫോർ ദ ക്വസ്റ്റ്യൻ മാം. ഞാൻ തോൽവി എന്ന് വിശേഷിപ്പിക്കുന്നത് ഒരു പക്ഷേ എൻ്റെ ഭയത്തിനെ ആയിരിക്കും. നമ്മൾ എന്തിനാണ് ഭയക്കുന്നത്? ഏതെങ്കിലും ഒരു കാര്യം ചെയ്യുക, തോൽവിയെ പിന്നെ അഭിമുഖീകരിക്കാം. സോ മിസ്റ്റേക്സ് എന്തായാലും ഉണ്ടാവും. മിസ്റ്റേക്സുകൾ ഉണ്ടാവാത്ത ആരും തന്നെയില്ല. അതിൽ നിന്ന് പഠിക്കുക, ചലഞ്ചസ് ഓവർകം ചെയ്യുക, മുന്നോട്ട് പോവുക. താങ്ക് യു സോ മച്ച് മാം. താങ്ക് യു സോ മച്ച്. അടുത്ത കണ്ടസ്റ്റന്റിനെ ഇൻവൈറ്റ് ചെയ്യുന്നു. കണ്ടസ്റ്റന്റ് നമ്പർ 27. And your judges. സഷ്ന സലീം മാം. നിങ്ങൾക്ക് ഈ ജീവിതത്തിൽ 24 മണിക്കൂർ മാത്രം ബാക്കിയുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന 3 കാര്യങ്ങൾ എന്തൊക്കെയാണ്? താങ്ക് യു ഫോർ ദ ക്വസ്റ്റ്യൻ മാം. എൻ്റെ ജീവിതത്തിൽ 24 മണിക്കൂറേ ബാക്കിയുള്ളൂ എന്നുണ്ടെങ്കിൽ ആദ്യം ഞാൻ സന്തോഷമായിട്ട് എവിടേക്കെങ്കിലും ചില്ലായിട്ട് എവിടേക്കെങ്കിലും പോകാനാണ് ആഗ്രഹിക്കുന്നത്. നല്ല ഫുഡ് കഴിക്കുക, നന്നായിട്ട് എൻജോയ് ചെയ്യുക, എനിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ മുഴുവൻ ചെയ്യുക. അതായത് ഞാൻ പാഷനേറ്റ് ആയിട്ട് അല്ലെങ്കിൽ ഞാൻ അത്രയും ആഗ്രഹിക്കുന്ന എൻ്റെ മക്കളുടെ, എൻ്റെ ഭർത്താവിൻ്റെ കൂടെ ചിലവഴിക്കുക, എൻ്റെ മാതാപിതാക്കളുടെ കൂടെ ചിലവഴിക്കുക, എന്നിട്ട് ഇഷ്ടമുള്ള സ്ഥലത്ത് പോവാം, നിറയെ ഭക്ഷണം കഴിക്കുക, സൂപ്പറായിട്ട് എൻജോയ് ചെയ്യാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. താങ്ക് യു. അടുത്ത കണ്ടസ്റ്റന്റിനെ ഇൻവൈറ്റ് ചെയ്യാണ്. കണ്ടസ്റ്റന്റ് നമ്പർ 21. പ്ലീസ് ചൂസ് യുവർ ജഡ്ജ്. ഇവിടെ സെക്കൻഡ് ലാസ്റ്റ് കണ്ടസ്റ്റന്റ് ആണ് ഇൻ ദിസ് റൗണ്ട്. ചോമോൾ മാം. ഹായ്. ഹായ് മാം. ഒരു സ്ത്രീ എന്ന നിലയിൽ നിങ്ങൾ ജീവിതത്തിൽ നേരിട്ട ഏറ്റവും വലിയ ചലഞ്ച് എന്തായിരുന്നു? താങ്ക് യു ഫോർ ദ ക്വസ്റ്റ്യൻ മാം. ഗുഡ് ആഫ്റ്റർനൂൺ എവ്രി വൺ. ഗുഡ് ആഫ്റ്റർനൂൺ ജഡ്ജസ്. ഒരു സ്ത്രീ എന്ന രീതിയിൽ എൻ്റെ ജീവിതത്തിൽ സ്വന്തം കാലിൽ നിൽക്കാൻ പറ്റുക എന്ന ചലഞ്ചായിരുന്നു ഞാൻ ഏറ്റവും കൂടുതൽ അനുഭവിക്കേണ്ടി വന്നത്. വിവാഹത്തിന് ശേഷം സ്വന്തം ജീവിതം ത്യാഗത്തിൻ്റെ പേരിൽ ത്യജിച്ചു കളയാൻ വേണ്ടിയിട്ട് ഒരുപാട് സ്ത്രീകൾ ത്യജിച്ചു കളയുകയാണ് ചെയ്തിരുന്നത്. എന്നാൽ എൻ്റെ ജീവിതത്തിൽ ആ സാഹചര്യങ്ങളൊക്കെ കടന്ന് ഇന്ന് ഈ നിലയിൽ സ്വന്തമായി നിൽക്കാൻ ഞാൻ പ്രാപ്തിപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് എൻ്റെ കഴിവുകൊണ്ട് മാത്രമാണ്. അതിൽ ഞാൻ ഒരുപാട് സാക്രിഫൈസ് ചെയ്തിട്ടുണ്ട്, അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്തിട്ടുണ്ട്, ഒരുപാട് വിട്ടുകൊടുക്കലുകളും ചെയ്തിട്ടുണ്ട്. താങ്ക് യു മാം. താങ്ക് യു സോ മച്ച്. ഇൻവൈറ്റിംഗ് അവർ ഫൈനൽ contestant number 31. ആകെ ഒരു ചിട്ടേ ഉള്ളൂ, എന്നാലും എടുത്തോളൂ. ലെറ്റ്സ് ഫൈൻഡ് ഔട്ട്. ആര് വേണം? അങ്ങനെയൊന്നുമില്ല, ആരാണെങ്കിലും ഓക്കെയാണ്. അപ്പം ധൈര്യമായിട്ട് ഓപ്പൺ ചെയ്തോളൂ. നമ്മൾ സ്റ്റാർട്ട് ചെയ്തതും നിയാസറിൽ നിന്നാണ്, ഇപ്പം ഫിനിഷ് ചെയ്യുന്നതും നിയാസർ തന്നെയാണ് അല്ലേ? ഹായ്. ഹായ്. ലുക്കിംഗ് ബ്യൂട്ടിഫുൾ ഇൻ ദിസ് ഡ്രസ്. താങ്ക് യു. ഓക്കെ, മൈ ക്വസ്റ്റ്യൻ ഇസ്, ഒരു ലുക്ക് താങ്കളിൽ മാറ്റണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് എന്താണ്? ഒരു ലുക്ക് ഇൻ യുവർ ബോഡി, ലൈക്ക് ദ ഹോൾ ബോഡി ലുക്കിൽ എന്തെങ്കിലും മാറ്റണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് എന്താണ്, എന്തുകൊണ്ട്? താങ്ക് യു ഫോർ ദ ക്വസ്റ്റ്യൻ സർ. എനിക്ക് തോന്നുന്നു ഐ ആം കംപ്ലീറ്റ് ഇൻ മൈസെൽഫ്. ഐ ഡോണ്ട് വാണ്ട് ടു ചേഞ്ച് എനിത്തിങ് ഇൻ മൈ ലുക്സ് because I think beauty is not about looks. It's about the inner beauty. It's about the character. So I think I don't want to change anything in my looks for that. Thank you, sir. Thank you for the question. So ladies and gentlemen, with that we have come towards the end of the second round. നമ്മുടെ കണ്ടസ്റ്റൻസ് എല്ലാവരും വളരെയധികം പക്വതയോടെ വളരെ പ്രിസൈസ് ആയിട്ടാണ് ഉത്തരം പറഞ്ഞത്. കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടായിരുന്നു, എന്നാലും അതൊക്കെ വളരെ നന്നായിട്ട് അവരെല്ലാവരും ഹാൻഡിൽ ചെയ്തു. So can you please have a big round of applause for all of them? All of you answered
wonderfully. Also, നമ്മുടെ ജഡ്ജസിന് വലിയൊരു കൈയ്യടി നൽകാം. വളരെ സെൻസിബിൾ ആയിട്ടുള്ള വണ്ടർഫുൾ ക്വസ്റ്റ്യൻസ് ആണ് അവരെല്ലാവരും ചോദിച്ചത്. So let's have a big hand for our judges also. Thank you so much, judges, for the wonderful questions. So ladies and gentlemen, we'll see you again in the next round. In the meantime, here is an entertainment program for all of you. Thank you so much. ഇനി നമ്മൾ കാണുന്നത് ഫൈനൽ റൗണ്ടിലായിരിക്കും. ഫൈനൽ റൗണ്ടിന്റെ തുടക്കത്തിൽ all the beautiful girls will be back on the ramp, and from that we'll be selecting the finalists who will be going on to the absolute grand finale. Thank you.